സ്പോർട്സ് അനിമെ കാറ്റഗറിയിൽ ഏതാണ് ബെസ്റ്റ് അനിമെ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഹൈക്യൂ. നോ മാസീവ് പ്ലോട്ട് ട്വിസ്റ്റ്, നോ ഓവർറേറ്റഡ് ക്യാരക്ടേഴ്സ് ഓർ ബോറിംഗ് എപ്പിസോഡ്സ്, ജസ്റ്റ് പ്യുവർ ക്ലാസിക് വോളിബോൾ. അതാണ് ഈ അനിമെ. ഒരു മനുഷ്യൻ അവന്റെ ലൈഫിൽ എത്രമാത്രം കളിയാക്കപ്പെട്ടാലും താൻ തോറ്റു കൊടുക്കില്ല എന്നൊരൊറ്റ വിചാരം മതി ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകാൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഒരു അനിമെയാണ് ഹൈക്യൂ. നീളമുണ്ടെങ്കിൽ മാത്രമേ വോളിബോൾ കളിക്കാവൂ എന്ന് എല്ലാവരും പറയും. അത് ഏറെക്കുറെ സത്യവുമാണ്. പക്ഷെ ഇവിടെ കഥാനായകനായ ഷോയോ ഹിനാറ്റ തന്റെ പൊക്കക്കുറവിനെ ഒരു ദോഷവുമായി കാണാതെ ബെസ്റ്റ് വിങ് സ്പൈക്കർ ആവാനുള്ള എല്ലാം തയ്യാറെടുപ്പിലാണ്. നായകൻ ഹിനാറ്റ ആണെങ്കിൽ പോലും ഇവിടുത്തെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു പ്രത്യേക പങ്കുണ്ട്. ഈ ഒരു അനിമെ നമ്മളെ എന്താണ് ടീം വർക്ക് എന്നുള്ള കാര്യം കൂടാണ് പഠിപ്പിച്ചു തരുന്നത്. സംഗതി വോളിബോൾ മാത്രമേ ഉള്ളെങ്കിൽ പോലും ഈ ഒരു അനിമെ സീരീസ് ഉണ്ടാക്കുന്ന ഹൈപ്പ് വേറെ ഒരു സ്പോർട്സ് സീരീസിനും ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇതിലോരോ വോളിബോൾ മാച്ചസ് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്താണെന്ന് അറിയാമോ? ഇങ്ങനെയും വോളിബോൾ മാച്ചസ് കളിക്കാമോ എന്നാണ്. അത്രമാത്രം എൻഗേജിംഗ് ആയിട്ടുള്ള മാച്ചസ്, ക്യാരക്ടേഴ്സ്, പിന്നെ കിടിലമായിട്ടുള്ള വിഷ്വൽസ്. എന്തിന് ഒരു മാച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് കഥാനായകന്മാരുടെ എതിരെ നിൽക്കുന്ന പ്ലേയേഴ്സിനോട് പോലും ഒരു സെപ്പറേറ്റ് അറ്റാച്ച്മെന്റ് ആയിരിക്കും തോന്നുന്നത്. ഈ ഒരു അനിമെ സീരീസിനെ ഒരു പ്രത്യേക രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. വോളിബോളിൽ ആരെങ്കിലും താൻ ഒരു സ്പെഷ്യൽ പ്ലെയർ ആണെന്നൊരു ഒറ്റ വിചാരം വന്നാൽ മതി, അവിടെ കളി അവസാനിക്കും. ഷോയിൽ കുറെ ടീംസ് ഉണ്ട്, ലൈക്ക് കരാസുനോ, ഔബ ജോസായി, നെക്കോമ, പിന്നെ പലരും. ഫസ്റ്റ് സീസൺ ആക്ച്വലി ഒരു ബിൽഡപ്പ് ആണ്. കരാസുനോ ടീമാണ് ഈ സീരീസിലെ മെയിൻ ടീം. ഇവിടുത്തെ ടീംമേറ്റ്സ് എത്രമാത്രം എല്ലാരെയും വിശ്വസിക്കുന്നു ആൻഡ് എത്രമാത്രം ബാക്കിയുള്ള ടീംസിന്റെ കൂടെ കളിക്കുന്നു എന്നൊക്കെയാണ് കാണിക്കുന്നത്. ആദ്യം കുറെ പ്രശ്നങ്ങൾ ഈ ടീമിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇവർ പുരോഗമിക്കുന്നത്. എപ്പോഴും വിജയം മാത്രം നേടുന്ന ഒരു ടീം അല്ല ഇവർ. സ്വല്പം പരാജയങ്ങളും ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും അവർ ഈ പരാജയങ്ങളിൽ നിന്ന് എന്ത് പഠിച്ചു ആൻഡ് അവർ എന്ത് മനസ്സിലാക്കി, അതാണ് മുഖ്യം. അടുത്ത മാച്ചിൽ ഇതിൽ കൂടുതൽ ശക്തമായി വരണം, അതാണ് ഇവരുടെ മോട്ടിവേഷൻ. ഇതിൽ കുറച്ച് മൊമെന്റ്സ് കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നും. അത്രമാത്രം രസമാണ് ഈ ഒരു അനിമെ. ഹൈക്യൂ സീരീസ് 2014 മുതൽ 2020 വരെ എയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ദിസ് ഷോ വാസ് ക്ലോസ്ഡ്. ബട്ട് ഇൻ 2022 ഒരു അനൗൺസ്മെന്റ് വന്നു ദാറ്റ് ഹൈക്യൂ ഈസ് കമ്മിങ് ബാക്ക് ഫോർ ഇറ്റ്സ് ഫൈനൽ പാർട്ട് വിത്ത് 2 മൂവീസ് എന്ന് കേട്ടപ്പോൾ ആ ഒരു സന്തോഷം അത് വേറെ തന്നെ ആയിരുന്നു. ഈ വർഷം തന്നെ ഇറങ്ങിയ ഫസ്റ്റ് മൂവി പാർട്ടായ ദ ഡംസ്റ്റർ ബാറ്റിൽ തീർച്ചയായും ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. അത്രമാത്രം നല്ല രീതിയിലാണ് ഈ മൂവി ചിത്രീകരിച്ചിരിക്കുന്നത് ആൻഡ് ബ്രോക്ക് മെനി ബോക്സ് ഓഫീസ് റെക്കോർഡ്സ്. ഫൈനൽ പാർട്ട് 2 മൂവിയും ഏതാനും മാസങ്ങൾക്കകം തന്നെ റിലീസാകും. ഞാൻ ഈ ഒരു അനിമെ റിവ്യൂ പറയുമ്പോൾ ഇപ്പോൾ തന്നെ ഹൈക്യൂ ഒന്നുകൂടെ പോയി കണ്ടാലോ എന്നാണ് ആലോചിക്കുന്നത്. അത്രമാത്രം ഇമ്പാക്റ്റ് ആണ് ഈ ഒരു അനിമെ സീരീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ പറയും, ഇനിയും നിങ്ങൾ ഈ പീക്ക് അനിമെ കണ്ടിട്ടില്ലെങ്കിൽ യു ആർ മിസ്സിംഗ് സംതിങ് ബിഗ്. Give this anime a try. This is Haikyuu. That's all from my side. Till then, to all of you, sayonara.